من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിന്റെ പരിശുദ്ധ ദീനാകുന്ന വെളിച്ചം ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും നിലനിർത്തുകയും ആ വെളിച്ചം സൽക്കർമ്മനിരതമായ ജീവിതത്തിലൂടെ കൂടുതൽ പ്രശോഭിതമാക്കി തീർക്കുകയും ചെയ്യുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരുമിച്ച് ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന ധർമ്മനിഷ്ഠ പാലിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 90-ാമത്തെ ആയത്താണ് ആമുഖമായി ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നിർവഹിക്കേണ്ട പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലൂടെയാണ് പടച്ച റബ്ബിനോട് നമുക്ക് അതിശക്തമായ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നതും നമുക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും ബോധിപ്പിക്കുവാൻ കഴിയുന്ന ഇടവും അവിടെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രവാചക പരമ്പരകളിൽ ഓരോ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടിയാണ് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നേടിയത് എന്ന പരാമർശിക്കുന്ന വ്യത്യസ്ത അധ്യായങ്ങളിലെ വിവിധ സൂക്തങ്ങൾ, അധ്യായവും അതിൻ്റെ ആയത്തിന്റെ നമ്പറും സഹിതം നമ്മൾ ഉദ്ധരിച്ചു. അതിൽ വളരെ പ്രധാനമായും പല പ്രവാചകന്മാരുടെയും ചരിത്രവും പ്രാർത്ഥനകളും ജീവിതത്തിലെ പരീക്ഷണ സന്ദർഭങ്ങളും പ്രതിപാദിച്ച അധ്യായമാണ് 112 സൂക്തങ്ങളുള്ള മക്കിയായ സൂറത്തുൽ അംബിയ എന്ന് പറയുന്നത്. ആ പേര് തന്നെ, അധ്യായത്തിന്റെ നാമം തന്നെ പ്രവാചകന്മാർ എന്നാണ്. നബിയി എന്ന സിംഗുലറിന്റെ പ്ലൂരലാണ്, ബഹുവചനമാണ്, ജംആണ് അംബിയ എന്ന് പറയുന്നത്. അപ്പൊ 21-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ അംബിയ.
പ്രവാചകന്മാർ എന്ന പേരിലുള്ള ഈ അധ്യായം നമ്മളൊരാവർത്തി പൂർണ്ണമായി അത് വായിക്കണം. എന്നിട്ട് അതിൻ്റെ ആശയത്തിലൂടെ നമ്മുടെ കാലികമായ പരീക്ഷണ ജീവിതങ്ങൾ, വിവിധ ജീവിത ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ അതൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മുൻഗാമികളായ പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച വിഷയങ്ങൾ, വിഷമങ്ങൾ, അതിലവർ സ്വീകരിച്ച നിലപാടുകൾ, പടച്ച റബ്ബിനോട് തേടിയ തേട്ടങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്ത രീതിയും കാര്യങ്ങളും ഒക്കെ മനോഹരമാണ്. അതിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹുവിനോട് തേടുന്നതും ആ തേട്ടത്തിന് പടച്ച റബ്ബ് ഉത്തരം നൽകിയതുമായിട്ടുള്ള ആയത്താണ് ഓതി കേൾപ്പിച്ചത്. വസക്കരിയ ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടി. ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം പ്രവാചകരെ. അദ്ദേഹം എന്താണ് തേടിയത്? റബ്ബി, എന്റെ രക്ഷിതാവേ, ലാ തദർനി ഫർദ, നീ എന്നെ ഏകനായി വിട്ടേച്ച് കളയരുത്. വഅൻത ഖൈറുൽ വാരിസീൻ, അനന്തരം നൽകുന്നവരിലെ ഉത്തമൻ നീയാണല്ലോ. അനന്തരാവകാശികളില്ലാതെ, സന്താന സൗഭാഗ്യമില്ലാതെ എന്നെ നീ പരീക്ഷിക്കരുതേ എന്ന അർത്ഥത്തിൽ പടച്ച റബ്ബിനോട് ആവലാതി ബോധിച്ചപ്പോ ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. വവഹബ്നാ ലഹു യഹ്യാ, യഹ്യ എന്ന് പറയുന്ന സന്താനത്തെ, യഹ്യ പിന്നീട് പ്രവാചകനായി തീർന്നു. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സന്താന സൗഭാഗ്യമായി നൽകി. വഅസ്ലഹ്നാ ലഹു സൗജ, പ്രായാധിക്യമുള്ള സമയത്താണ് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സന്താന സൗഭാഗ്യമായി അള്ളാഹു നൽകുന്നത്. വഅസ്ലഹ്നാ ലഹു സൗജ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇണയെ പ്രസവിക്കാൻ പാകത്തിൽ നാം നന്നാക്കിയെടുത്തു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സംഗതികൾ, നമ്മൾ ചോദിക്കുന്ന ചില ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടി ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇവിടെ നിർവഹിച്ചു എന്ന് ഈ ആയത്ത് അറിയിക്കുകയാണ്. ഇതിന്റെ മുമ്പ് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രവും അവരുടെ പ്രാർത്ഥനകളും ജീവിതത്തിന്റെ പരീക്ഷണ സന്ദർഭങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ദുൽകിഫ്ല്, ഇദ്രീസ് പ്രവാചകന്മാർ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ വിവിധ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ വിവിധ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ പറഞ്ഞതിന് ശേഷം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ബോധിപ്പിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അതിന്റെ അവസാനത്തിൽ അല്ലാഹു പറയാൻ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അതേ അവരെല്ലാം, ആ പ്രവാചകന്മാരെല്ലാം നന്മയിൽ മത്സരിക്കുന്നവരായിരുന്നു. വയദ്ഊനനാ റഗബൻ വറഹബാ, വയദ്ഊനനാ, അവരെല്ലാം എന്നോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. റഗബൻ, അങ്ങേയറ്റത്തെ അഭിലാഷത്തോടുകൂടി, അങ്ങേയറ്റത്തെ ആശയോടുകൂടി എന്നോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. വറഹബ, ഭക്തിയോടുകൂടി. വകാനൂ ലനാ ഖാശിഈൻ, അതേപോലെ തന്നെ അവരെല്ലാവരും ജീവിതത്തിൽ ഖുശൂഉള്ള, ഭയഭക്തിയുള്ളവരായിരുന്നു എന്ന്. അവർ റഗബോടുകൂടി, റഹബോടുകൂടി, ഖുശൂഇന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മ നിരതമായി ജീവിച്ച് പടച്ച റബ്ബിനോട് ഈ കണ്ടീഷൻ അനുസരിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ മുൻഗാമികളായ പ്രവാചകന്മാർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ പ്രാർത്ഥനക്ക് ഉത്തരമായി ഫസ്തജബ്നാ എന്നാണ് പല ആയത്തുകളിലും കാണുവാൻ കഴിയുന്നത്. നാം അവർക്ക് ഉത്തരം നൽകി എന്നാണ്. അതേ രൂപത്തിലുള്ള ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തേടുന്ന കാര്യത്തിന് നൽകുമെന്നാണ് ഈ ചരിത്രങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഈ അധ്യായം നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. പ്രാർത്ഥനയുടെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കണം. അതിന് സമയം കൊടുക്കാത്തവരായി നമ്മൾ മാറുകയും ചെയ്യരുത്. അങ്ങേയറ്റത്തെ ഇഖ്ലാസോടുകൂടി നിരന്തരമായി പടച്ച റബ്ബിനോട് നിർവഹിക്കണം. ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞില്ലേ? ദഅഉല്ലാഹ, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. മുഖ്ലിസീന ലഹുദ്ദീൻ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ശൂന്യമായ, കിട്ടുമോ ഇല്ലയോ എന്ന ശങ്ക മുന്നിൽ വെച്ചുകൊണ്ടല്ല, തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്ക് അതിനേക്കാളും വലിയ തിരക്ക് കാണിച്ചുകൊണ്ടല്ല പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കേണ്ടത്. മുഖ്ലിസീന ലഹുദ്ദീൻ,
അങ്ങേയറ്റത്തെ ഇഖ്ലാസോടുകൂടി സന്മനസ്സോടുകൂടി ശുഭാപ്തി വിശ്വാസത്തോടെ ക്ഷമ അവലംബിച്ചുകൊണ്ട് പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുമെന്ന ദൃഢബോധ്യത്തോടെ ഒരു തരിമ്പ് പോലും ശിർക്ക് കലർത്താതെ വഹീദുകളായി മുതവക്കിലീങ്ങളായി മുത്തഖീങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ തേടണം, ചോദിക്കണം. മടി കാണിക്കരുത്, നമ്മൾ തിരക്ക് കാണിക്കരുത് നമ്മൾ. കാരണം പടച്ച റബ്ബിന് ഏറെ ഇഷ്ടപ്പെട്ട ഇബാദത്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അൻ അബ്ദില്ലാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു മിൻ ഫളലി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഫഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും പ്രതാപിയായ ജലാലായ അല്ലാഹു യുഹിബ്ബു അൻ യസ്അല, അവനോട് ചോദിക്കുന്നതിനെ ഇഷ്ടപ്പെടുകയാണ്. പ്രാർത്ഥനയെക്കുറിച്ച് നിസ്സഹായരായ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുന്നതിന്റെ ഫളലുകൾ, അതിന്റെ ശ്രേഷ്ഠത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ അല്ലാഹുവിനെ അറിഞ്ഞ് നമ്മൾ ചോദിക്കണം, പടച്ച റബ്ബിനെ മനസ്സിലാക്കി ആ ഒരു വഖാറത്തോടു കൂടി ചോദിക്കണം. അല്ലാഹു ഖദീറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സമീആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു എല്ലാം കാണുന്ന ബസീറാണ് എന്ന് നമ്മൾ അറിയണം. അങ്ങനെ അല്ലാഹനെ അറിഞ്ഞു ചോദിക്കാൻ ഹദീസ് പഠിപ്പിക്കുകയാണ്. അൻ ആയിഷത ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകന്റെ പ്രിയതമ പഠിപ്പിച്ചു തരികയാണ്. ഇദാ സഅല അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും പടച്ച റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ ഫൽയുക്സിർ, അവൻ ആ ചോദ്യങ്ങൾ അധികരിപ്പിക്കട്ടെ എന്ന്. അല്ലാഹുവിനോട് ചോദിക്കുക, ധാരാളമായി പടച്ച റബ്ബിനോട് അങ്ങനെ ചോദിക്കണം. ഫഇന്നഹു യസ്അലു റബ്ബഹ്, ഫഇന്നഹു, തീർച്ചയായും അവൻ തിരിച്ചറിയണം, യസ്അലു റബ്ബഹ്, തന്റെ രക്ഷിതാവിനോടാണ്, തന്റെ റബ്ബിനോടാണ്, ലോകത്തെ നിയന്ത്രിക്കുന്നവനോടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നവൻ അറിയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. റബ്ബുൽ ആലമീനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. എത്രയും നമുക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആയത്തുൽ കുർസിയിലൂടെ പരിചയപ്പെട്ട പടച്ച റബ്ബിനോടാണ് നമ്മൾ നമ്മുടെ പരിഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന റബ്ബാണത്. മരിച്ചവരോടല്ല ചോദിക്കുന്നത്. ഏതെങ്കിലും ആൾ ദൈവങ്ങൾ, മരിക്കാനുള്ള ആൾ ദൈവങ്ങളോടും പുണ്യാത്മാക്കളോടുമല്ല നമ്മൾ ചോദിക്കുന്നത്, മറിച്ച് റബ്ബിനോടാ ചോദിക്കുന്നത്. പൂജാമുറിയിലോ ചില്ലിന്റെ കൂട്ടിലോ ബന്ധിതനല്ലല്ലോ എന്റെ ദൈവം, വാനവും ഭൂമിയും പ്രവിശാലമായൊരു സാമ്രാജ്യ സാരഥി എന്റെ ദൈവം. അഥവാ എല്ലാത്തിനെയും അടക്കി വാണുകൊണ്ടിരിക്കുന്ന, എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് നിർണയിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പാകപ്പെട്ടവനാണ്, അത് നൽകാൻ ഖദീറാണ്, കഴിവുള്ളവനാണ് എന്ന രൂപത്തിൽ നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുക, ഈ ചോദിക്കുന്നതിനേക്കാൾ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, ഇങ്ങനെ അല്ലാഹുവിനോട് ബോധിപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു ഇബാദത്ത് നമുക്ക് മറ്റൊന്ന് നിർവഹിക്കാനില്ല. അൻ അബീ ഹുറൈറത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലൈസ ശൈഉൻ, ഒരു കാര്യവുമില്ല തന്നെ, അക്റമ അലല്ലാഹി തആല, അത്യുന്നതനായ പടച്ച റബ്ബിന്റെ സവിധത്തിൽ ആദരണീയമായത്, മിനദ് ദുആഇ, പ്രാർത്ഥനയേക്കാൾ പടച്ച റബ്ബിന്റെ സവിധത്തിൽ ഉന്നതമായ മറ്റൊന്നില്ല എന്ന് പറയാൻ. മറ്റൊരു ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുൽ ഇബാദ, ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, നിരവധി ഇബാദത്തുകൾ നമ്മൾ നിർവഹിക്കാറുണ്ട് എങ്കിൽ എല്ലാ ഇബാദത്തുകളെയും ഇബാദത്താക്കി തീർക്കുന്നത് പ്രാർത്ഥനയാണ് എങ്കിൽ, നമസ്കാരത്തിൽ പ്രാർത്ഥനയുണ്ട്, സക്കാത്തിൽ പ്രാർത്ഥനയുണ്ട്, ഹജ്ജിൽ പ്രാർത്ഥനയുണ്ട്, ഉംറയിൽ പ്രാർത്ഥനയുണ്ട്, നോമ്പിൽ പ്രാർത്ഥനയുണ്ട് എങ്കിൽ വിവിധ ആരാധനാ കർമ്മങ്ങളെ ആരാധനകളാക്കി തീർക്കുന്നത് പ്രാർത്ഥനയാണ് എങ്കിൽ ആ പ്രാർത്ഥനയാകുന്ന ഇബാദത്തിനെ പ്രത്യേകമായി നിർവഹിക്കാനുള്ള സന്മനസ് നമ്മൾ കാണിക്കണം. അതിന് സമയം നമ്മൾ കണ്ടെത്തണം. അദ്ദുആഉ വൽ ഇബാദ, ആരാധനകളുടെ മർമ്മമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അഫ്ദലുൽ ഇബാദ, പ്രാർത്ഥനകളിൽ ശ്രേഷ്ഠമായത് ദുആ, ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പ്രാർത്ഥനയാകുന്നു എന്ന് പറയാം.
ഇനി ജനങ്ങളിലെ അശക്തരെ പ്രവാചകന് പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണ് അശക്തൻ എന്ന് പറയുന്നത്? ആരോഗ്യം കുറഞ്ഞവനെയാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്റ്റാറ്റസ് ഇല്ലാത്തവനെയാണോ, ഏതെങ്കിലും തരത്തിൽ നമ്മൾ വിചാരിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ദുർബലത സംഭവിച്ചവനാണോ അശക്തൻ എന്ന് പറയുന്നത്? അൻ അബീ ഹുറൈറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്ജസുൻ നാസ്, ജനങ്ങളിലെ അശക്തർ എന്ന് പറയുന്നത് മൻ അജസ അനി ദുആ, പ്രാർത്ഥനയെ തൊട്ട് ആരാണോ അശക്തരായി തീരുന്നത് എങ്കിൽ, പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താത്തവർ, അതിന്റെ ഫള് തിരിച്ചറിയാത്തവർ, അതിന്റെ പ്രത്യേക സമയങ്ങൾ മനസ്സിലാക്കാത്ത ആളുകൾ, മനസ്സിലാക്കിയിട്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കാത്ത ആളുകളെ, പ്രഭാത സമയത്തുള്ള പ്രാർത്ഥന, പ്രദോഷ സമയത്തുള്ള പ്രാർത്ഥന, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന, അതേപോലെ ഇസ്തിആദത്തുകൾ, ഇസ്തിആസകൾ, ഇസ്തിഗ്ഫാറുകൾ, ആവശ്യങ്ങൾ ബോധിപ്പിക്കുന്ന സഹായ തേട്ടങ്ങളെ, വിവിധ പ്രാർത്ഥനകൾ, വെള്ളിയാഴ്ച ദിനങ്ങളിൽ നിർവഹിക്കുന്ന പ്രാർത്ഥന, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അസറിന് ശേഷമുള്ള സമയം സവിശേഷമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന സമയമായി നിർവഹിക്കപ്പെട്ടതാണ്. അതേപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങൾ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്കുള്ള പ്രാർത്ഥന. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആരാണ് അശക്തര് നമ്മളിലെ? നേരത്തെ പള്ളിയിലേക്ക് ജമാഅത്തിന് വന്ന് 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ച് ജമാഅത്ത് ആരംഭിക്കാൻ 5-10 മിനിറ്റ് ഉണ്ട് എങ്കിൽ ആ സമയത്തെ പ്രാർത്ഥന കൊണ്ട് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നവനാണ് ശക്തിയുള്ളവൻ, അവനാണ് വിവേകമതി, അവനാണ് സമയം തിരിച്ചറിഞ്ഞവൻ, അവനാണ് തന്റെ അടിമയായി തീരുന്നവൻ. നിസ്സഹായത ബോധ്യപ്പെട്ട് ആവശ്യങ്ങൾ പടച്ചറബിലേക്ക് ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ അവരാണ് എന്നാണ്. അപ്പോ പ്രാർത്ഥനക്ക് സമയം ലഭിച്ചിട്ടു നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഓടിപ്പോവുകയാണ് നമ്മൾ. അല്പസമയം കൂടി ഇരുന്ന് ഏതൊക്കെ വിഷയത്തിൽ അള്ളാഹിനോട് നമുക്ക് ചോദിക്കാനുണ്ട്, എന്നിട്ട് നമുക്ക് ചോദിക്കാനുള്ള ആ ഒരു സന്നദ്ധ നമ്മൾ കാണിച്ചോ? അള്ള നമുക്ക് നൽകാമെന്ന് ഓഫർ നൽകിയിരിക്കുകയാണ്, അതിന് അള്ളാഹു തയ്യാറെടുത്തിരിക്കുകയാണ്. എന്നാൽ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങാനുള്ള സമയം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് വിഷയം. അതേപോലെ തന്നെ പ്രാർത്ഥനയുടെ ഫദ്ലുകളിൽ നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കുമ്പോ, അൻ സൽമാൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ വലാ യസീദു ഫിൽ ഉംരി ഇല്ല അൽ ബിർ. ലാ യറുദ്ദുൽ ഖളാ, വിധികൾ, അല്ലാഹുവിൽ നിന്ന് വരുന്ന വിധികളെ, നിർണയങ്ങളെ തടുക്കുകയില്ല, മടക്കുകയില്ല, ഇല്ല ദുആ, പ്രാർത്ഥനയല്ലാതെ. അള്ളാന്റെ വിധിയെ മാറ്റുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. വലാ യസീദു ഫിൽ ഉംർ, ആയുസ് ദൈർഘ്യം ഉണ്ടാക്കുന്നത് ഇല്ലൽ ബിർ, നന്മ കൊണ്ടാണ്. സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആയുസ് ദൈർഘ്യം ഉണ്ടാകും. പ്രാർത്ഥനകൾക്കനുസരിച്ച് വിധികൾ മാറ്റപ്പെടുകയാണ്. അൻ ഇബ്നു ഉമർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ദുആ, തീർച്ചയായും പ്രാർത്ഥന, യൻഫഉ മിമ്മാ നസല, എന്താണോ ബാധിച്ചത് എങ്കിൽ അതിന് ഉപകാരമുണ്ടാക്കും പ്രാർത്ഥന. വമിമ്മാ ലം യൻസിൽ, ബാധിക്കാത്തതിലും ബാധിക്കാൻ പോകുന്നതിലും ബാധിച്ചിട്ടുള്ളതിലുമൊക്കെ ഉപകാരവും സ്വാധീനവും ചെലുത്തുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നിട്ട് ആ പ്രവാചകൻ അറിയിച്ചത് ഫഅലൈക്കും ഇബാദല്ലാഹ്, അതുകൊണ്ട് അല്ലാഹുവിന്റെ അടിമകളെ, ഫഅലൈക്കും ബിദ്ദുആ, നിങ്ങൾ പ്രാർത്ഥന പതിവാക്കണം. അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കണമെന്നാൽ, അഥവാ വിധിയായി ഇറങ്ങിയതും ഇനി ഇറങ്ങാൻ സാധ്യതയുള്ളതിലുമൊക്കെ പ്രാർത്ഥന സ്വാധീനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് തേടിയിട്ട് കാര്യങ്ങൾ വരുതിയിൽ വരുത്താനുള്ള വിനയം കാണിക്കണം നമ്മൾ. അതിന് അള്ളാഹിനോട് ചോദിക്കണമെന്നാൽ, ഇനി ചോദിച്ച് വല്ലതും കിട്ടാതെ പോയി കഴിഞ്ഞാലും ഒരു ഇബാദത്താ നമ്മൾ നിർവഹിച്ചത്. അദ്ദുആ വൽ ഇബാദ എന്ന് പറഞ്ഞില്ലേ, ആരാധനകൾക്കൊക്കെ പ്രതിഫലമുണ്ട്. നോമ്പ് നോൽക്കുന്നത് പ്രതിഫലം കിട്ടാനാണ്, ഹജ്ജ് ചെയ്യുന്നത് പ്രതിഫലം ലഭിക്കാനാണ്, ജുമായിൽ പങ്കെടുക്കുന്നത് പ്രതിഫലം ലഭിക്കാനാണ്. അങ്ങനെയെങ്കിൽ ഒരു പ്രാർത്ഥന ഒരു വിഷയത്തിൽ നമ്മൾ നിർവഹിച്ചാൽ തന്നെ അതൊരു ഇബാദത്തായി രേഖപ്പെടുത്തപ്പെടുകയാണ്, അതിന് പ്രതിഫലം ലഭിക്കുകയാണ്. ഇനിയോ അതല്ലെങ്കിൽ 3-4 രൂപത്തിൽപ്പെട്ടതാണ് വരാനുള്ള, നമുക്ക് പരലോകത്തേക്ക് അത് നീക്കി വെക്കപ്പെടുകയാണ്. അതല്ലെങ്കിൽ ചോദിച്ച കാര്യം ലഭിക്കപ്പെടുകയാണ്, അതല്ലെങ്കിൽ വരാനുള്ള ഒരു പ്രയാസം നീക്കപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥന നിർവഹിച്ച് ഒരിക്കലും നിരാശപ്പെടണ്ട. ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഒരു ഫള്, അതിന്റെ ഒരു ശ്രേഷ്ഠത, അതിലൂടെ ലഭിക്കുന്ന ഒരു സൗഭാഗ്യം തീർച്ചയായും നമ്മിൽ നൽകുന്നവനാണ്. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കണം. പ്രവാചകന്മാർ ചോദിച്ചതുപോലെ, ഉദാഹരണത്തിന് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തേടിയത് ആമുഖമായി സൂചിപ്പിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയായിൽ തന്നെ നമുക്ക് കാണാം. അതൊരാവർത്തി മുഴുവനായി അധ്യായം നമ്മൾ വായിച്ചു തീർത്തു കഴിഞ്ഞാൽ എത്രമേൽ ആശ്വാസം പരീക്ഷിത ജീവിതങ്ങൾക്കിടക്ക് നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 21-ാം അധ്യായം
അംബിയായിലെ 83 84 സൂക്തങ്ങളിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ രക്ഷിതാവിനോട് ചോദിച്ച സന്ദർഭം, അന്നീ മസ്സനി യദുർ, നാദാ എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു എന്നാണ്. അതാണ് വിനയത്തിന്റെ തേട്ടം എന്ന് പറയുന്നത്. നീ എനിക്ക് കഷ്ടപ്പാട് വരുത്തിയിരിക്കുന്നു എന്നല്ല, നീ എന്നെ രോഗം ബാധിപ്പിച്ചിരിക്കുന്നു എന്നല്ല പറയുന്നത്. എന്നെ കൊണ്ടോ എന്റെ കാരണങ്ങളാലോ അതല്ലെങ്കിൽ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടോ എനിക്കിതാ രോഗം ബാധിച്ചിരിക്കുന്നു, കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു. വഅൻത അർഹമുർ റഹീമീൻ, നീയാണ് കാരുണ്യം ചെയ്യുന്നവരിൽ അങ്ങേറ്റം കരുണ കാണിക്കുന്നവൻ. കാരുണ്യത്തിൽ നിരാശപ്പെടാതെ തേടുകയാണ്. തഫ്സീറിൽ കാണാം 15 വർഷം 13 വർഷം 18 വർഷം ഏകദേശം 20 വർഷത്തോളം മാറാവ്യാധി ബാധിച്ച് എല്ലാം നഷ്ടപ്പെട്ട കഷ്ടപ്പാടിലായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. തേടിയപ്പോ ഫസ്റ്റ് അടുത്ത ആയത്ത് ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. വകശഫ്നാ മാ ബിഹി, അദ്ദേഹത്തെ നാം ബാധിപ്പിച്ചതിനെ നീക്കിക്കൊടുത്തു. മിൻ ദുർരിൻ, ആ കഷ്ടപ്പാടുകളെയും പ്രയാസങ്ങളെയും. വഅതൈനാഹു അഹ്ലഹു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ നാം അദ്ദേഹത്തിന് തിരിച്ചു നൽകി. വമിസ്ലഹും മഅഹും, അതുപോലെയുള്ളതിന് ഇരട്ടിയും നൽകി. റഹ്മത്തൻ മിൻ ഇൻദിനാ, നമ്മുടെ സവിധത്തിൽ നിന്നുള്ള കാരുണ്യത്തിന്റെ ഭാഗമായി. തീർച്ചയായും ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ചരിത്രത്തിൽ തീർച്ചയായിട്ടും ഇബാദത്ത് നിർവഹിക്കുന്നവർക്ക് പാഠമുണ്ട് എന്ന് പറയാൻ. ഞാൻ അള്ളാഹിനോട് നമ്മൾ തേടിയാൽ അള്ളാഹ് ഉത്തരം നൽകും. കടലിൽ അകപ്പെട്ട യൂനുസ് നബിയുടെ ചരിത്രത്തിൽ ഫനാദാ ഫിദ്ദുലുമാതി, ഇരുട്ടുകളിൽ വെച്ച് യൂനുസ് നബി അള്ളാഹിനോട് തേടാൻ, അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ ആരാധ്യനില്ല, സുബ്ഹാനക നീ പരിശുദ്ധനാൻ, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അന്യായം അക്രമം ചെയ്തു പോയിട്ടുണ്ടാകാം, പക്ഷെ നീ എന്നെ രക്ഷപ്പെടുത്തണം. കടലാകുന്ന ഇരുട്ടിൽ, മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ടിൽ, ഇരുട്ടുകൾക്ക് മേൽ ഇരുട്ടിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് തേടിയ സമയം ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. വനജ്ജൈനാഹു മിനൽ ഗം, കടലിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരമാണ് നാം വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നത് എന്ന് പറയാൻ. അള്ളാഹ് നമ്മെ രക്ഷപ്പെടുത്തും. അള്ളാഹ്ക്ക് മാത്രമേ അഭൗതികമായി അദൃശ്യമായി നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. 27-ാം അധ്യായം 62-ാം സൂക്തം. അമ്മൻ യുജീബുൽ മുദ്തറു ഇദാ ദആഹു, അമ്മൻ ആരുണ്ട്, യുജീബുൽ മുദ്തറു പ്രയാസപ്പെടുന്നവൻ ചോദിക്കുന്ന സമയത്ത് ഉത്തരം നൽകാൻ, വയക്ശിഫു സൂഅ അവന്റെ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കാൻ, വയജഅലകും ഖുലഫാഅൽ അർള് ഭൂമിയിൽ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകാൻ, അഇലാഹു മഅല്ലാഹ് ഇതൊക്കെ നൽകുന്ന അള്ളാഹ്ക്ക് പുറമെ മറ്റു വല്ല ദൈവങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ, ശക്തികളും ഉണ്ട് എന്ന്? ഖലീലൻ മാ തദക്കറൂൻ, എന്നാൽ കാര്യങ്ങളെ കുറിച്ച് വ്യവച്ഛേദിച്ച് വേർതിരിച്ച് ഉറ്റാലോചിച്ച് മനസ്സിലാക്കുന്നവർ നിങ്ങളിൽ ചുരുക്കമാണ് എന്ന് പറയാൻ. ആ ചുരുക്കമാകുന്ന മുവഹിദുകളിൽ, മുത്തഖീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ, പ്രാർത്ഥന നിരതരാകുന്നവരിൽ നമ്മൾ ഉൾപ്പെടാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. അതിന് ചരിത്രത്തെ ഉപയോഗപ്പെടുത്തണം, പ്രവാചക പാതയിലൂടെ നീങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യവും സന്മാർഗവും നൽകുമാറാകട്ടെ. വഅസ്അദനാ ബിഹിദായത്തി തൗഹീദ് വൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലൽ ഖായിൽ യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹുവിൻ്റെ റിളയും മഹബത്തും കാവലും പ്രതീക്ഷിച്ച് ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും നീക്കുന്ന ഐഹികവും ആത്മീയവുമായ ആസൂത്രണം നടത്തുന്ന, ആത്മസംസ്കരണം സിദ്ധിച്ച് നിലനിർത്തുന്ന മുത്തഖീങ്ങളിൽ, അങ്ങനെയുള്ള മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 15-ാമത്തെ ആയത്ത് വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ, കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ പടച്ചറബിലേക്ക് ആവശ്യമുള്ള ഫക്കീറന്മാരാണ്, പാവപ്പെട്ടവരാണ്. നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ വമ്പന്മാരും മുമ്പന്മാരുമെന്ന്. ടെക്നോളജിയും സാങ്കേതികതയും ഉണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടാൻ. 2040 ആകുമ്പോഴേക്ക് ലോകം 10 വർഷം കൊണ്ട് 10,000 വർഷത്തെ മാറ്റത്തിലേക്ക് മാറാൻ പോകുകയാണ്.
ചൊവ്വയിൽ ജീവിത സൗകര്യം ഒരുക്കാൻ കഴിയുമോ? ചന്ദ്രനിൽ എഗെയിൻ വീണ്ടും കാലുകുത്താൻ കഴിയുമോ? ഗംഗൾയാനും മംഗൾയാനും ഗഗൻയാനും പ്രൊജക്ടുകളും ഒക്കെയായി നിങ്ങൾ നീങ്ങുക. വിരൽത്തുമ്പിൽ വിജ്ഞാന വിസ്ഫോടനം നിങ്ങൾ തീർക്കുക. സയന്റിഫിക് ആയിട്ടുള്ള അത്ഭുതങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗതി ശരിയാണ്. പക്ഷേ ഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ദുർബലനായിട്ടാണ് എന്ന് പടച്ചറബ് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ റബ്ബിലേക്ക് ആവശ്യമുള്ള നിസ്സഹായരാണ്. ഇത് ഇടക്കിടക്ക് അല്ലാഹ് അങ്ങനെ ഓർമ്മപ്പെടുത്തും. 2018 ഓർമ്മപ്പെടുത്തി, 2021 23 ഓർമ്മപ്പെടുത്തി, 2024 മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ ഓർമ്മപ്പെടുത്തി. അതങ്ങനെ വാർത്തകളായി നിറഞ്ഞു നിന്നു. ഇപ്പോൾ ഫലങ്ങൾ നെഗറ്റീവ് ആകുന്നതിന്റെ ആശ്വാസമാണ് പറഞ്ഞു വരുന്നത്. നിപ്പ അല്ലെ, പാണ്ടിക്കാട് ടൗണൊക്കെ നിശ്ചലമായി, പിൻഡ്രോപ്പ് സൈലന്റ്. നിങ്ങൾ പത്രത്തിൽ ആ ഫോട്ടോ കണ്ടോ അല്ലെ? മനുഷ്യ ജീവിതത്തെ പരീക്ഷണങ്ങൾ വരുമ്പോ എത്രമേൽ കുടുംബ, സാമൂഹിക, സാമ്പത്തിക, കച്ചവട ജീവിതത്തെ അട്ടിമറിക്കുന്ന രംഗങ്ങൾ അല്ലെ? കണ്ണുകൊണ്ട് കാണാത്ത ഒരു വൈറസ് ജീവിതത്തെ നിശ്ചലമാക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണാം. ആരുടെ കയ്യിലാണ് കരവിരുത് കാര്യങ്ങൾ? ആരാ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്? എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ആ കുട്ടിയുടെ മയ്യത്ത് നമസ്കരിക്കുന്ന രംഗം 10-ൽ താഴെ ആളുകളാണ്. മാതാപിതാക്കൾക്ക് അവസാനമായ ഒരു ചുംബനം പോലും കൊടുക്കാൻ കഴിയാതെ ആരൊക്കെയോ ശേഷക്രിയകൾ നിർവഹിച്ച് കബറടക്കം നടത്തുന്ന രംഗങ്ങൾ പിന്നീട് ചാനലുകൾ പുറത്തുവിടുന്ന വീഡിയോകളിലൂടെ കാണേണ്ടി വന്നത് ഈ ദിവസങ്ങളിലാണ്, ഈ 2024 അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആ കുടുംബത്തിന് ആശ്വാസം നൽകുമാറാകട്ടെ, പകരക്കാരെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതങ്ങനെ നടക്കുമ്പോൾ തന്നെയാണ് കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ. നോക്കൂ നിങ്ങൾ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ. അർജുനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. 11ാമത്തെ ദിവസത്തിലേക്ക് എത്തി എന്നാണ്. എന്തൊക്കെ റഡാറ് സംവിധാനങ്ങൾ, കാര്യം, സൈന്യം എല്ലാം ഇറക്കിയിട്ടും കാണാൻ സാധിക്കണില്ല. ചെറിയ ഒരു ഓട്ടോയല്ല, ഒരു സൈക്കിളല്ല, ഒരു ബൈക്കല്ല പോയിട്ടുള്ളത്, മറിച്ച് ടൺ കണക്കിന് ഭാരമുള്ള മരത്തടികൾ നിറച്ചു വന്ന ലോറിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ ലോറി പോലും എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കാതെ മനുഷ്യൻ അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, റബ്ബിലേക്ക് ആവശ്യമുള്ളവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിനു മുമ്പും ദുരന്തങ്ങൾ ഉണ്ടായി. നമ്മൾ വിചാരിച്ചിപ്പോഴാണെന്ന. അർജുൻ മാത്രമല്ല, അതൊരു മലയാളി ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വൈകാരികമായ അറ്റാച്ച്മെന്റ് കൊണ്ട് അതിങ്ങനെ ലൈവ് ന്യൂസായി ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. എന്നാൽ ആ മലങ്ങനെ ഇടിഞ്ഞു വരുമ്പോ നിങ്ങൾ വായിച്ചോ എന്ന് എനിക്കറിയില്ല. അവിടെ അർജുൻ അടക്കം മേ ബി ആകാം അല്ലെ. ഇടക്ക് ലോറി ഡ്രൈവർമാരൊക്കെ അവിടെ കയറി ചായ കുടിക്കുന്ന ഒരു പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കട നടത്തി ഒരു കുടുംബം മുന്നോട്ട് പോയിരുന്നു. ആ കുടുംബത്തിൽ 5 ആളുകളാണ് എന്ന എന്റെ വായനയിൽ ആ മണ്ണിടിച്ചിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ പേര് ചാനലുകൾ പുറത്തു വിട്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ വായിച്ചില്ല. എല്ലാം അർജുൻ മയമാണ് അല്ലെ. അതൊരു മലയാളി ആയതുകൊണ്ട് നമ്മുടെ ഒരു സഹോദരൻ എന്ന നിലക്ക്. പക്ഷേ ആ ദുരന്തം ഏറ്റുവാങ്ങി എത്ര ആളുകള്? 2019 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? 2019 ഓഗസ്റ്റ് 8, ഒരു ഓഗസ്റ്റ് വരാനിരിക്കാൻ. 2019 ഓഗസ്റ്റ് 8-നാണ് നിലമ്പൂര് കവളപ്പാറയിൽ ദുരന്തം ഉണ്ടായത്. 20 ദിവസം നീണ്ട തിരച്ചിൽ നടന്നു. അവിടെ 48 ആളുകളുടെ മൃതദേഹം കണ്ടെടുത്തു. ഇനിയും 11 മൃതദേഹം മണ്ണിന് താഴെയാണ്. 11 ആളുകളുടെ മയ്യത്ത് മൃതദേഹം കിട്ടിയിട്ടില്ല. അതിനുശേഷം ഇടുക്കിയിലെ പെട്ടിമുടിയിൽ ദുരന്തമുണ്ടായി. 70 ആളുകൾ മരണപ്പെടുകയുണ്ടായി. അത് 2020 ഓഗസ്റ്റ് 6, 2019 ഓഗസ്റ്റ് 8, പിറ്റത്തെ വർഷവും ഉണ്ടായത് 2020 ഓഗസ്റ്റ് 6-ന് ഇടുക്കിയിലെ പെട്ടിമുടിയിൽ ദുരന്തം ഉണ്ടായപ്പോ 70 ആളുകൾ മരിച്ചു. അതിൽ 66 ആളുകളുടെ മൃതദേഹം കിട്ടി. 4 ആളുകളുടെ മയ്യത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ്. ചിലത് അങ്ങനെയാ, ചിലത് കിട്ടൂല. കാരണം ഇത് മനുഷ്യന്റെ കൈകളിലല്ല, മനുഷ്യൻ വിചാരിക്കുന്ന വിധത്തിലല്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. മനുഷ്യന് മാത്രമല്ല, കഴിഞ്ഞ ഖുതുബയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ചില അഭൗതികമായ കാര്യങ്ങൾ അറിയാനും ചിലതൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ജ്യോത്സ്യന്മാരുടെ, സിദ്ധന്മാരുടെ അല്ലെ പല മതത്തിലെയും ചൂഷകന്മാരുടെ അടുത്തേക്ക് പോകുന്നവരുണ്ടല്ലോ. 11ാമത്തെ ദിവസത്തിലെത്തിയിട്ടും ഇതാ ഇവിടെയുണ്ട് ആ സഹോദരൻ എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിച്ചു? 140 കോടിയോളം ജനസംഖ്യയുള്ള ഇന്ത്യയിലെ വിലസിക്കൊണ്ടിരിക്കുന്ന ജ്യോത്സ്യന്മാര്, സിദ്ധന്മാര്, ചൂഷകന്മാര്, കേന്ദ്രങ്ങള് ഏതൊക്കെയുണ്ട്? ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ സാധിച്ചോ? സാധിച്ചില്ല. അങ്ങനെ ആർക്കും സാധിക്കൂല. പല പാഠങ്ങളും ഇത്തരത്തിലുള്ള രംഗങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചറിവ് നേടണം.
വിനയം കാണിക്കണം, അഹങ്കാരം നമ്മൾ ഒഴിവാക്കണം. സമ്പത്ത്, സ്വാധീനം, സ്റ്റാറ്റസ്, ആരോഗ്യമൊക്കെ ഉണ്ട്, ഇതൊക്കെ സെക്കൻഡുകൾ കൊണ്ട് മാറി മറിയുന്ന നൈമിഷിക ജീവിതത്തിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, വലാ തുസഅ്ഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളോട് മുഖം കൂട്ടി നീ സംസാരിക്കരുത്, മുഖം കോടിപ്പോകും, സ്ട്രോക്ക് വന്നാൽ തളർന്നു പോകുന്നേ, അതിന് സാധ്യല്ല. നരമ്പുകൾ, കോശങ്ങൾ, പ്രവർത്തനങ്ങൾ. വലാ തുസഅ്ഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മർഹാ, നീ ഭൂമിയിൽ അഹങ്കാരിയായി നടക്കാൻ പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കരിക്കുന്നവരെയും ദുരഭിമാനികളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയാൻ. അതേപോലെ വിനയം കാണിക്കാൻ വിശ്വാസികളോട്, റബ്ബിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ, ഞാൻ വിശ്വസിച്ചിട്ടുണ്ടോ, പരമകാരുണികന്റെ അടിമകൾ എന്ന നിലവാരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എങ്കിൽ ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗലാ, അള്ളാന്റെ അടിമകളെ കാര്യങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ ഭക്തി നേടി ജീവിതത്തിന്റെ നശ്വരതയും നൈമിഷികതയും മനസ്സിലാക്കി ഇതിന്റെ അനിശ്ചിതാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് വിനയത്തോടുകൂടി ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കുമെന്നാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് കാഴ്ചപ്പാടുകൾ രൂപീകരിച്ച് വിശുദ്ധരായി വിനയാന്യതരായി ജീവിക്കുന്നവരാരെന്ന് ആയിരിക്കുമെന്നാണ്. അതേ, നമ്മൾ വിശ്വാസികളാണ്. വി ആർ ബിലീവേഴ്സ്, നമ്മൾ വിശ്വാസികളാണ്. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ പടച്ച റബ്ബിലേക്ക്, അവന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ തിരിച്ചു നടക്കണം. നമ്മൾ നിസ്സാരരും നിസ്സഹായരുമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സൂറത്ത് യൂസുഫിലെ 101-ാമത്തെ ആയത്തിൽ, അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ, അല്ലാഹുവേ നീയാണ് ദുനിയാവിലെയും ആഖിറത്തിലെയും ഞങ്ങളുടെ യജമാനും രക്ഷകനും സംരക്ഷകനും വലിയും. തവഫനി മുസ്ലിമൻ, നിനക്ക് പൂർണ്ണമായി കീഴ്പ്പെടുന്ന പേരുകൊണ്ടുള്ള മുസ്ലിമല്ല, ജീവിതം കൊണ്ടുള്ള, കർമ്മം കൊണ്ടുള്ള, ആദർശം കൊണ്ടുള്ള, വിശ്വാസം കൊണ്ടുള്ള, സംസ്കാരം കൊണ്ടുള്ള യഥാർത്ഥ മുസ്ലിമായി നീ എന്നെ മരിപ്പിക്കണം. അങ്ങനെ ഈ കൊച്ചു ജീവിതത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കി ഈ ലക്ഷ്യം കണ്ടെത്തിയിട്ടുള്ള സ്വാലിഹീങ്ങൾ ആരാണോ അവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണം എന്ന് പറയാ. അതെ, റബ്ബിന് നമ്മൾ നന്ദി കാണിക്കുക. സൂറത്തുൽ ലുഖ്മാൻ 12-ാമത്തെ ആയത്ത്, വമൻ യശ്കുർ, ആരാണോ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്നത് എങ്കിൽ ഫഇന്നമാ യശ്കുറു നഫ്സി, അവൻ സ്വന്തത്തിനോട് തന്നെയാണ് നന്ദി കാണിക്കുന്നത്. അത്രമേൽ അനുഗ്രഹ വൈവിധ്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. ഒമൻ കഫറ, ഇനി നിഷേധിക്കാണോ, നീ ഇപ്പൊ വീണ്ടും വന്നിട്ട് പ്രളയം കണ്ടിട്ട്, മിന്നൽചുഴലി കണ്ടിട്ട്, സ്ട്രോക്ക് കണ്ടിട്ട്, കുഴഞ്ഞുപോയലുകൾ കണ്ടിട്ട്, പല രംഗങ്ങളും കണ്ടിട്ട് ഇതൊന്നും എന്നെ ബാധിക്കൂല, എന്റെ കുടുംബത്തെ ബാധിക്കൂല, എന്റെ യാത്രയെ ബാധിക്കൂല, എന്റെ സമ്പത്തിനെ ബാധിക്കൂല എന്നാരെങ്കിലും വ്യാമോഹിച്ച് ധരിച്ചു വശായി നടക്കുന്നുണ്ട് എങ്കിൽ ഒമൻ കഫറ, അങ്ങനെ ഇനിയും നിഷേധിക്കാനാണ് തീരുമാനമെങ്കിൽ ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ഗനിയുൻ ഹമീദ്, അവൻ ഐശ്വര്യവാനും അവൻ സ്തുത്യർഹനുമാകുന്നു എന്നാൽ. ലൈൻ ശകർത്തും, തീർച്ചയായും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നക്കും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. വലൈൻ കഫർത്തും, നിഷേധിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠിനമാണ് എന്നാൽ. അള്ളാഹു പരീക്ഷണ ശിക്ഷയിൽ നിന്ന് നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ.